പ്രധാനമന്ത്രി 11:30-നാണ് കൊച്ചിയിലെത്തുക. നിർണായക ചില പ്രഖ്യാപനങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളുമാണ് ഇന്ന് കൊച്ചി വേദിയാവുക. അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ വിവാദങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, പ്രധാനമന്ത്രി ഇന്നലെ അദ്ദേഹം പങ്കുവെച്ച ഒരു എക്സ് പോസ്റ്റ്, അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് തൻ്റെ ഈ സന്ദർശനത്തിന് അതിന് പിന്നിൽ ഉണ്ടാവുന്ന ഒരു രാഷ്ട്രീയം. സ്ക്രീനിൽ നമ്മൾ കാണുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതാണ്. ഇന്നലെ അദ്ദേഹം പോസ്റ്റ് ചെയ്തതാണ്. ഇന്ത്യയുടെ റാലിയെ അഭിസംബോധന ചെയ്യും. LDFിൻ്റെയും UDFിൻ്റെയും കൊള്ളയ്ക്കും ദുർഭരണത്തിനുമെതിരെ ഇന്ത്യയുടെ സദ്ഭരണ അജണ്ട കരുത്തോടെ നിലകൊള്ളുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഒരു കാര്യം വ്യക്തമാണ്, ചില രാഷ്ട്രീയങ്ങൾ പറയാൻ, ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് വരുന്നത്. അതിൽ ചില രാഷ്ട്രീയമുണ്ട് എന്നതാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ വേദിയാവാൻ പോകുന്നത് അദ്ദേഹം പങ്കെടുക്കുന്ന കരൂരിലെ ആ ചടങ്ങാണ്. അവിടെ കൃത്യമായ ചില രാഷ്ട്രീയം പറയും. ഇന്ത്യയുടെ പരിപാടിയിൽ അത്തരം ചില രാഷ്ട്രീയ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അത് സ്വാഭാവികമായും കേരളത്തിൽ BJP ഇനി ലക്ഷ്യമിടാൻ പോകുന്ന ആ നീക്കങ്ങളുടെ ഒരു തുടക്കം കൂടിയായി മാറുകയും ചെയ്യുന്നു. എൽദോയും ഒപ്പം നവമിയും ചേരുന്നുണ്ട്. എൽദോ, നവമി, ഈ പ്രധാനമന്ത്രി ഇന്നലെ അദ്ദേഹം പങ്കുവെച്ച പോസ്റ്റിൽ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾക്കെതിരായ രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനം, അദ്ദേഹത്തിൻ്റെ ഈ ആദ്യ പരിപാടിയിൽ തന്നെ ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കപ്പെട്ടേക്കാം. അത് ഇപ്പോൾ BJP ഒക്കെ പറയുന്നത് പോലെ അവരുടെ പ്രതീക്ഷകൾക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറാൻ കഴിയുന്ന പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്താണ്, പ്രവർത്തകരൊക്കെ ആ ഒരു വികാരം പങ്കുവെക്കുന്നുണ്ടോ? ഏത് രീതിയിലാണ് പ്രവർത്തകരുടെയൊക്കെ ഒരു പങ്കാളിത്തം അവിടേക്ക് ഉറപ്പാക്കുന്നത്? സജിത്ത്, എന്തായാലും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടിയാക്കി തന്നെയാണ് BJP ഈ ഒരു പരിപാടിയെ മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, നോക്കിയേ, പ്രധാനമന്ത്രിയുടെ കൂറ്റൻ ഫ്ലെക്സുകളാണ് ഇവിടെ എല്ലാം നിരത്തി വെച്ചിരിക്കുന്നത്. ഈ എറണാകുളം നഗരം മുഴുവനും തന്നെ മാറ്റം തുടങ്ങാം, വികസിത കേരളം മോദിക്കൊപ്പം എന്ന പോസ്റ്ററുകൾ ഉയർന്നിട്ടുണ്ട്. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ എത്തി. വലിയ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പതിവിന് വിപരീതമായി പ്രധാനമന്ത്രി പരിപാടിയിലേക്ക് എത്തുമ്പോൾ വലിയ സുരക്ഷ തന്നെയാണ്. മാധ്യമപ്രവർത്തകർക്കടക്കം നമ്മളിപ്പോൾ നിൽക്കുന്നിടത്തുനിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. അദ്ദേഹത്തിന്റെ വാഹനം, ഈ കാണുന്ന തുറന്ന വാഹനത്തിലാണ് അദ്ദേഹം ഈ വേദിയിലേക്ക് പോകുന്നത്. ആ ഏരിയയിലേക്ക് ഒന്നും തന്നെ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല. ഈ ബാരിക്കേഡിന് പുറത്താണ് മാധ്യമപ്രവർത്തകരെ നിർത്തുന്നത്. അത്രയേറെ സുരക്ഷയാണ് ഇത്തവണ ഉള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നു. പ്രവർത്തകരായി ബസ്സുകളിൽ ഇങ്ങനെ വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ കൂടുതൽ പ്രതികരണം ചോദിക്കാം. വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി അവർ കാത്തു നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളൊക്കെ പ്രധാനമന്ത്രിയെ കാണാനായിട്ട് വന്നതല്ലേ എല്ലാവരും? ഓക്കെ, എവിടെ നിന്നാണ് വരുന്നത്? തൃശ്ശൂരിൽ നിന്നാണ്. അപ്പൊ എങ്ങനെയാണ്, ഒരു ബസ് പിടിച്ചിങ്ങ് വന്നോ? അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ പോയി ആണല്ലേ? ഓക്കെ, പ്രധാനമന്ത്രി ഇന്ന് വരുമ്പോൾ എന്താണ് പ്രതീക്ഷ നിങ്ങൾ പ്രവർത്തകർക്ക്? നന്നായിട്ട് കാണണം, നന്നായിട്ട് സംസാരിക്കണം. അത്രയും മതി, പ്രഖ്യാപനമൊന്നും വേണ്ടേ? അല്ല, ഞങ്ങൾക്ക് അവിടെ എന്തൊക്കെ ചെയ്യാണെന്ന് വെച്ചാൽ അത് ഞങ്ങൾ സമർപ്പിക്കുക, എല്ലാം പറയണം എന്നുള്ള താല്പര്യങ്ങൾ. പക്ഷേ പറ്റുന്നു. ശരി, ചേട്ടൻ പറഞ്ഞു. പ്രധാനമന്ത്രി വരുമ്പോ കേരളത്തില് നമുക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങള് എയിംസ് അടക്കം പ്രഖ്യാപിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതായത് തെരഞ്ഞെടുപ്പിന് മുന്നിലായിട്ട് പ്രധാനമന്ത്രി ചില നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. റെയിൽ പദ്ധതി ഉണ്ടാവും. റെയിൽ പദ്ധതി പലതും പ്രഖ്യാപനം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. വരുമ്പോ തന്നെ റെയിൽ പദ്ധതി ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കും, ഹൈവേകൾ പ്രഖ്യാപിക്കും. അതിനോട് ബന്ധപ്പെട്ട് കേരളത്തിന് ആവശ്യമുള്ള എല്ലാ പദ്ധതികളും പ്രഖ്യാപിക്കുന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ 2020 പോലുള്ള പാർട്ടികൾ കൂടി എത്തുന്നത് NDA കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 2020 പ്രവർത്തകരൊക്കെ ഇതാ ബസ് വിളിച്ച് പലയിടങ്ങളിൽ നിന്നായിട്ട് വരുന്നുണ്ട്. ഒരു നിമിഷം, ഈ 2020 പ്രവർത്തകർ എവിടെ നിന്നാണ് വരുന്നത്? കിഴക്കമ്പലത്താണ്. 2020യുടെ പ്രധാന ഇടപാട് കിഴക്കമ്പലത്താണ്. ഇന്ന് മോദി വരുമ്പോൾ എന്താ പ്രതീക്ഷ? വളരെ സന്തോഷം. ഞങ്ങൾ മോദിനെ ഒന്ന് കാണാനായിട്ട് വരാണ്. ഞങ്ങളുടെ 20 ആയിട്ടൊന്ന് അയ്യല്ലോ. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, 2020 പ്രവർത്തിക്കായിരുന്നോ നേരത്തെ BJP പ്രവർത്തിക്കായിരുന്നു? മോദിനോട് എന്തൊക്കെയോ സംസാരിക്കാറുണ്ടെന്ന് പറയും. എന്താണ് സംസാരിക്കാൻ? ഈ ക്യാപ്പ് നേരെ വെക്കുവാണെങ്കിൽ 2020 ജനങ്ങളോടൊപ്പം ക്യാപ്പൊക്കെ ചെയ്യണം. അപ്പൊ എവിടെ നിന്നായിരുന്നേ? ഞാൻ കിഴക്കമ്പലം. പ്രധാനമന്ത്രിയോട് എന്താണ് പറയാനുള്ളത്? അത് പലതും പറയാനുണ്ട്. അത് ഞങ്ങൾ നേരിട്ട് പറഞ്ഞു. നേരിട്ട് പ്രധാനമന്ത്രിയോട് പറയുന്നതാണ്. അങ്ങനെ പ്രധാനമന്ത്രിയെ കാണാനുള്ള ആവേശത്തിലാണ് സജിത്ത്. ഇതുപോലെ ഒരുപാട് പേർ എത്തുന്നുണ്ട് ബസ്സിലൊക്കെ ആയിട്ട് ഈ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക്. അങ്ങനെയാണ് സജിത്ത്, നമ്മൾ പ്രവർത്തകരെല്ലാം ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 7 മണി മുതൽ തന്നെ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇടങ്ങളിൽ നിന്നും ഒരു വലിയ ബസ്സുണ്ട്. ആ ബസ്സിലാണ് അവരിവിടെ എത്തുന്നതും പ്രധാനമന്ത്രിയെ കാണാൻ
സാധിക്കും. പ്രധാനമന്ത്രി കേരളത്തിന് വേണ്ടി ഇന്ന് പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കുമെന്നൊരു പ്രതീക്ഷയാണ്. പക്ഷേ എന്തോ ഒരു കാര്യം, പലപ്പോഴും നമ്മൾ അമിത്ഷാ ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഇവിടെ വരുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും കേരളത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ഉണ്ടാകുമെന്ന്. പക്ഷേ ഇവർ മടങ്ങി പോകുമ്പോൾ ആ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പറത്തുന്ന അവസ്ഥയായിരിക്കും. ബജറ്റിൽ പോലും നമ്മളത് കണ്ടതാണ്. ഇത്തവണയെങ്കിലും അതിനൊരു മാറ്റം വരുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് നിൽക്കുന്ന സാഹചര്യം. ഉറപ്പായും തിരുവനന്തപുരം നഗരസഭാ ഭരണം BJP നേടിയെടുത്ത സമയത്തും പ്രധാനമന്ത്രിയുടെ വരവിൽ വലിയ പ്രതീക്ഷ അതായിരുന്നു. പക്ഷേ ആ സമയത്തും അത്തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടായില്ല. അതൊരു വലിയ ചർച്ചയായതുമാണ്. വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പ്രധാനമന്ത്രി ഇക്കുറി ആ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നുള്ളത്. പക്ഷേ കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ഇത്തവണ നമുക്കറിയാവുന്ന പോലെ ഏത് സമയവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാം. അപ്പോൾ അതിനു മുമ്പുള്ള ഈ വരവിനെ നിർണായകമായി കാണണം എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ NDA ഇതിലൊരു വലിയ പ്രതീക്ഷ കൽപ്പിക്കുന്ന സന്ദർശനമാണ് എന്നുള്ളത് തന്നെ പ്രധാനമന്ത്രിയിൽ നിന്ന് അതുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഈ പ്രവർത്തകர்கள் പങ്കുവയ്ക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് അനുസരിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു തൂക്ക് സഭയിലേക്ക് വരുമ്പോൾ അത് BJPക്ക് അവിടെ നിർണായകമായിട്ടൊരു പങ്കുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ മുതൽ തന്നെ മാസങ്ങൾ മുമ്പ് തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നു. നമുക്കത് തള്ളിക്കളയാമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ കണ്ട കാഴ്ച അതാണ്, തൃപ്പൂണിത്തുറയിൽ കണ്ട കാഴ്ച അതാണ്. അതുകൊണ്ട് BJP ഏത് വിധത്തിലാണ് പ്രവർത്തിക്കുന്നത്, ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളായി ഇറക്കുന്നത്, ഇതെല്ലാം തന്നെ സർപ്രൈസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ പ്രവർത്തകരിലേക്ക് ചോദിക്കാം. എവിടെ നിന്നാണ് വരുന്നത്? 2020 പ്രവർത്തകർ കിഴക്കമ്പലം മൊത്തത്തിൽ ഇങ്ങ് പോന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും അപ്പോ എങ്ങനെയാണ് പ്രതീക്ഷ? എന്താ ഇന്ന് മോദി വരുമ്പോ എന്തോ പ്രതീക്ഷിക്കുന്നത്? 2020 എന്താണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ ചോദിച്ചു. 2020 ഞങ്ങളോട് പ്രതീക്ഷിക്കുന്നത് എല്ലാം ഒരുമിച്ച് പോകുമെന്നുള്ളതാണ്. അടുത്ത ഇലക്ഷനും ഞങ്ങൾ തന്നെ ജയിക്കും. അപ്പൊ ഈ NDAയിലേക്ക് പാർട്ടി വന്നതിൽ എല്ലാ പ്രവർത്തകരും സന്തുഷ്ടരാണോ? ആണോ ചേച്ചിയാണോ? ആണോ? പക്ഷെ ഒരുപാട് വിയോജിപ്പുകൾ ആ തീരുമാനത്തിലുണ്ടായി എന്നുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, അത് തെറ്റായ ഒരു ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നും ഒരാൾ പോലും മാറിയതായിട്ട് ഞങ്ങൾ അറിവില്ല. ഇല്ല, എല്ലാരും അതുപോലെ സ്ട്രോങ് ആയിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ട് തന്നെയുണ്ട്. ശക്തി പ്രാപിച്ചെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി ഇപ്പൊ NDAയുടെ ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണ്. 2020ക്ക് എത്ര സീറ്റൊക്കെ കിട്ടുമെന്നൊക്കെ നിങ്ങളുടെ പ്രതീക്ഷ? 2020 സീറ്റ് കിട്ടും. ഞങ്ങൾ മാക്സിമം അത് തന്നെ മാക്സിമം ഞങ്ങൾ പരിശ്രമിക്കും. മാക്സിമം സീറ്റുകൾ ഞങ്ങൾ പിടിച്ചെടുക്കാൻ നോക്കും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള പ്രകടനം പോലെയൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020ക്ക് സാധ്യമാകുമോ? തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഉറപ്പുണ്ടാ വന്നേക്കണല്ലേ? ഓക്കെ, അപ്പൊ 100%. 2020 വലിയ പ്രവർത്തനം, വലിയ മുമ്പ് ഒരു ഐക്യം വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് നേരത്തെ ലേറ്റ് ആയി പോയി. നേരത്തെ തന്നെ ഐക്യം വേണമെന്ന് പറയുന്ന ഒരു കൂട്ടം പ്രവർത്തകരെ നമ്മൾ കണ്ടു. എന്നാലും ഇതിന്റെ ഒരു രാഷ്ട്രീയം എന്തോ നമുക്കറിയാം. ED നോട്ടീസ് പേടിച്ചാണ് സാബും ജേക്കബ് BJPയിലേക്ക് ചേർന്നതെന്നുള്ള തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളും പരാമർശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനെ പൂർണ്ണമായും തള്ളുന്നുമുണ്ട്. അങ്ങനെയല്ല, പാർട്ടി പ്രവർത്തകർ എല്ലാവരും തന്നെ ഒന്നിച്ചിരുന്ന് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഈ BJPയിൽ NDAയിലുള്ള പ്രവേശനമെന്നാണ് സാബും ജേക്കബ് പറയുന്നത്. എന്നാലും അദ്ദേഹവും ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലുണ്ടാകും. വരുന്ന തെരഞ്ഞെടുപ്പിൽ 2020 എത്ര സീറ്റുകളിൽ മത്സരിക്കും? സാബും ജേക്കബ് മത്സരിക്കില്ല എന്ന് പറയുന്നു. അത് അവസാന നിമിഷം മാറുമോ? എത്ര സീറ്റ് 2020ക്ക് നൽകാൻ കഴിയും? ഇതെല്ലാം നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യമാണ്. പ്രവർത്തകർ എന്തായാലും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതേ ദൃശ്യങ്ങൾ കാണാം. ബസ്സുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വന്നിരിക്കുന്ന ബസ് അത് ലൈൻ ബസ് അല്ല. ഇത് മുഴുവൻ ഈ പരിപാടിക്കെത്തിയ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ NDAയുടെ പ്രവർത്തകരോ മാത്രം ഉൾക്കൊള്ളിച്ചുള്ള ബസ്സുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ എറണാകുളം നഗരം ഈ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞു. പ്രവർത്തകരെല്ലാം തന്നെ അണിനിരക്കും. 1,00,000-ഓളം പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോയാണ് അല്ലെങ്കിൽ ഒരു പരിപാടി തന്നെയാണ് NDA BJP ഇത്തവണ ഇവിടെ രൂപീകരിച്ചിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് സുരക്ഷ വലിയ ശക്തമായി തന്നെയുണ്ട്. ഗതാഗത നിയന്ത്രണമുണ്ട്. ഇന്നലെ തന്നെ മോദി പ്രധാനമന്ത്രി വരുന്നതിനോടനുബന്ധിച്ചുള്ള ട്രയൽ റണ്ണും അടക്കം ഇവിടെ നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ പഴുതടച്ച ഒരു സുരക്ഷ, പ്രത്യേകിച്ച് നമുക്കറിയാം യുദ്ധ സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനാൽ അല്പം കൂടി പ്രധാനമന്ത്രിയുടെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്കടക്കം അകത്തേക്ക് പ്രവേശിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.